ഹലോ ഫ്രണ്ട്സ്, മാർച്ച് 11, 2024 യു കെയിലേക്ക് കെയറർ വിസയിൽ ഡൊമസ്റ്റിക് കെയർ, സീനിയർ കെയർ അസിസ്റ്റൻ്റ് വിസകളിൽ യു കെയിലേക്ക് വരുന്ന കെയർമാർക്കുള്ള ഡിപ്പെൻഡൻറ്റ് വിസ യു കെ ഗവൺമെൻറ് നിർത്തലാക്കിയത്. കഴിഞ്ഞ 2023 സെപ്റ്റംബർ അവസാനിക്കുന്ന ഒരു വർഷം നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 1 ലക്ഷം കെയറർ വിസകൾക്ക് 1,20,000-ഓളം ഡിപ്പെൻഡൻറ്റ് വിസകളാണ് യു കെ ഗവൺമെൻറ് നൽകിയത്. യു കെ ഗവൺമെൻറ് അടുത്തൊരു ഇലക്ഷനിലേക്ക് പോകുമ്പോൾ യു കെയിലെ നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ള ആ ഒരു മെയിൻ ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോഴേ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ഡിപ്പെൻഡൻറ്റ് വിസകളും അതുപോലെ തന്നെ ഈ ഒരു കെയറർ വിസകളിൽ വരുന്ന ഈ ഒരു 3 വിഭാഗത്തിൽ വരുന്ന കെയറർ വിസകളുടെ ഡിപ്പെൻഡൻറ്റ് വിസകളും യു കെ ഗവൺമെൻറ് നിർത്തലാക്കിയത്. പക്ഷേങ്കിൽ യു കെയിൽ അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധങ്ങളാണ് ഇപ്പോഴ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യു കെയിലെ ജനപ്രതിനിധി സഭയിലെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിലേക്ക് കഴിഞ്ഞ മാസം വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ ഏകദേശം യു കെയിലെ ഇപ്പോൾ 1,52,000-ഓളം കെയർ വർക്കർമാരുടെ ഒഴിവുകൾ ഉണ്ടെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോഴ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഏകദേശം ഇപ്പോഴുള്ള വർക്കർമാരിൽ 9.9% ആൾക്കാരുടെ ഒഴിവുകളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ആ ഒരു സമയത്താണ് ഗവൺമെൻറ് ഇതുപോലുള്ള ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യു കെയിലെ ഇതുപോലുള്ള കുടിയേറ്റ ആൾക്കാരെ സഹായിക്കുന്ന ഒരു സംഘടനയായിരിക്കുന്ന മൈഗ്രൻ്റ് അറ്റ് വർക്ക് എന്ന് പറയുന്ന ആ ഒരു സംഘടന ഇപ്പോൾ നിയമ നടപടികളുമായി കോടതിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള ഒരു ലേറ്റസ്റ്റ് ന്യൂസാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് യു കെയിലേക്ക് ഇത്രയും വേക്കൻസികൾ നിലനിൽക്കുന്ന ഒരു സമയത്തും ഈ ഒരു വിഭാഗത്തിൽ, അതായത് കെയർ വർക്കർമാരുടെ വലിയൊരു ഷോർട്ടേജ് നിലനിൽക്കുന്ന ആ ഒരു സമയത്തും ഗവൺമെൻറ് ഇങ്ങനെ ഒരു നടപടിയുമായിട്ട് പോയി കഴിഞ്ഞപ്പോൾ യു കെയിലേക്ക് എത്തുന്ന കെയർ വർക്കർമാർ ഒന്നുകിൽ അവർ യു കെയിലൊരു കെയർ വർക്കറായിട്ട് മാത്രം വരിക, അവരുടെ ഡിപ്പെൻഡായിട്ട് അവരുടെ കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ അവർ നാട്ടിൽ ഉപേക്ഷിച്ചിട്ട് ഒന്നുകിൽ യു കെയിലേക്ക് വരിക, അല്ല എന്നുണ്ടെങ്കിൽ അവരവരുടെ നാട്ടിൽ അവരുടെ ഫാമിലിയോടൊപ്പം അവിടെ കഴിയുക. ആ ഒരു കാര്യത്തിനാണ് ഇപ്പോഴേ യു കെ ഗവൺമെൻറ് പ്രാമുഖ്യം നൽകുന്നത്. അപ്പോൾ അതിന് എതിരായിട്ട് ഈ ഒരു മൈഗ്രൻ്റ് അറ്റ് വർക്ക്, ഇത് ഇവിടെ വരുന്ന കുടിയേറ്റ ആൾക്കാരെ സഹായിക്കുന്ന ഒരു സംഘടനയായ ഈ ഒരു മൈഗ്രൻ്റ് അറ്റ് വർക്ക് എന്ന് പറയപ്പെടുന്ന സംഘടന കോടതിയിലേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ ഈ യു കെയിൽ നിലനിൽക്കുന്ന ഈ ഒരു നിയമങ്ങൾ മാറ്റി യു കെയിലേക്ക് യഥേഷ്ടം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ ഒരു കെയർ സെക്ടറിലേക്ക് ആൾക്കാർ വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇപ്പോഴവരെ ചെയ്തിരിക്കുന്നത്. യു കെയിലെ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, മാക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്ത 11 വർഷത്തിനുള്ളിൽ ഈ ഒരു കെയറർ മേഖലയിൽ ജോലിക്ക് വേണ്ടി ഏകദേശം ഒരു 2,36,000-ഓളം വേക്കൻസികൾ വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വേക്കൻസികൾ വരുന്ന ഒരു സമയത്ത് ഈ ഒരു കെയറായിട്ട് യു കെയിലേക്ക് വരുന്ന ആൾക്കാരുടെ ഡിപ്പെൻഡൻറ്റ് വിസ ഒരു കാരണവശാലും നിരാകരിക്കാനായിട്ട് പാടില്ല. അങ്ങനെ നിരാകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കെയർ മേഖലയിൽ അനുഭവപ്പെടുന്ന ഈ ഒരു ഷോർട്ടേജ് വലിയ ഒരു രീതിയിലേക്ക് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തായാലും ഈ ഒരു കെയർ മേഖലയിൽ വന്നിരിക്കുന്ന ഈ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ ഈ ഒരു സീനിയർ കെയറോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കെയർ വിസകളിലൊക്കെ യു കെയിലേക്ക് വരുന്ന ആൾക്കാരെ അവരുടെ ഡിപ്പെൻഡൻറ്റിനെ കൂടെ നിർത്താനുള്ള ആ ഒരു നിയമം ഇപ്പോഴേ മാറ്റി എഴുതണമെന്നാണ് ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോഴേ ഈ മൈഗ്രൻറ്റ്സ് അറ്റ് വർക്ക് എന്ന് പറയപ്പെടുന്ന ഈ ഒരു സംഘടന ഇപ്പോഴേ കോടതിയിലേക്ക് നിയമ നടപടികൾ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇത് നമ്മളെപ്പോലുള്ള യു കെയിലേക്ക് വരുന്ന കെയറായിട്ട് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് വിജയകരമായിട്ട് പര്യവസാനിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോഴും യു കെയിലേക്ക് വരുന്ന ആൾക്കാർക്ക് അവരുടെ ഡിപ്പെൻഡൻസിന് ഈ ഒരു കെയർ മേഖലയിൽ ഈ ഒരു 3 വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമുക്കറിയാം, കഴിഞ്ഞ ഈ ഒരു മാർച്ച് 11 വരെ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാവുന്നതാണ്. പക്ഷേ മാർച്ച് 11 ശേഷം ലഭിക്കുന്ന വർക്ക് വിസകളിലുള്ള ആൾക്കാർക്കാണ് അവർക്ക് ഡിപ്പെൻഡൻസിനെ യു കെയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കാത്തത്. ഒരു പക്ഷെങ്കിൽ ഈ ഒരു കാര്യം വളരെ നാളുകളൊന്നും ഇത് ഇങ്ങനെ രീതിയിൽ യു കെയിൽ നിലനിൽക്കാനായിട്ട് സാധ്യതകൾ വളരെ കുറവാണ്. ഈ ഒരു എലക്ഷൻ വരെ ആയിരിക്കാം ഒരു പക്ഷെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ നമുക്കറിയാം നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കാനായിട്ട് അവർ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നേഴ്സസ് വേക്കൻസികൾക്ക് പോലും അവർ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ തൽക്കാലത്തേക്ക് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു 4 വർഷത്തെ കാര്യങ്ങൾ
നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നേഴ്സസ് ആയിട്ടും അതുപോലൊക്കെ തന്നെ ഈ ഒരു ഹെൽത്ത് കെയർ സെക്ടറുകൾ ഇതുപോലുള്ള ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടും ഡൊമസ്റ്റിക് കെയർ വിസകളിലുമൊക്കെ ആയിരക്കണക്കിന് ആൾക്കാരാണ് യു കെയിലേക്ക് എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ നെറ്റ് എമിഗ്രേഷൻ വലിയൊരു രീതിയിലേക്ക് ഉയർന്നു പോവുകയും ചെയ്തു. ഗവൺമെൻറ്റിന് യാതൊരു കൺട്രോളും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത ഇലക്ഷനിലേക്ക് ഇപ്പോഴും ഗവൺമെൻറ് പോവുകയാണ്. അപ്പോൾ ആ ഒരു ഇലക്ഷൻ്റെ സമയത്ത് ഈ ഒരു നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കാനായിട്ട് ഗവൺമെൻറ്റിന് സാധിച്ചില്ല എങ്കിൽ ഇപ്പോൾ തന്നെ പരിതാപകരമായിട്ടിരിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടിക്ക് അടുത്ത ഇലക്ഷനിൽ വലിയ സീറ്റുകളൊന്നും നേടാനായിട്ട് അവർക്ക് സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ ഡിപ്പെൻഡൻറ്റ് വിസയും അതുപോലെ തന്നെ ഈ ഒരു കെയർ വിസയിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ ഡിപ്പെൻഡൻറ്റ് വിസയും യു കെ ഗവൺമെൻറ് ഇപ്പോഴും നിർത്തലാക്കിയിരിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഏതൊരു ഗവൺമെൻറ്റാണ് വരുന്നതെങ്കിലും അടുത്ത പ്രാവശ്യം വരുന്ന ഗവൺമെൻറ് മിക്കവാറും ഒരു 90% ലേബർ ഗവൺമെൻറ് ആയിരിക്കും. അപ്പോൾ ലേബർ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ ഈ നടപടികളെല്ലാം തന്നെ അവർ എടുത്തു കളഞ്ഞിട്ട് ഈ കെയർ മേഖലയിൽ വരുന്ന ആൾക്കാർക്ക് അവരുടെ ഡിപ്പെൻഡൻറ്റ് വിസയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് അവർ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു മൈഗ്രൻ്റ് അറ്റ് വർക്ക് എന്ന് പറയുന്ന ഒരു സംഘടന ഇപ്പോഴത്തെ നിയമ നടപടികളുമായിട്ട് കോടതിയിലേക്ക് പോയിരിക്കുന്നത്. ഇവരുടെ ഹോം സെക്രട്ടറി ആയിരിക്കുന്ന ജെയിംസ് ക്ലെവേർലി ഈ ഒരു ഹെൽത്ത് കെയർ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ ആൾക്കാർ അനുഭവപ്പെടുന്ന ചൂഷണവും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നടപടിയിലേക്ക് പോയത് എന്ന് പറയുമ്പോഴും നമുക്കറിയാം കഴിഞ്ഞ ഒരു 4 മാസമായിട്ട് യു കെയിലേക്ക് വരുന്ന നേഴ്സസ് ആണെങ്കിലും ഈ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും വളരെ വിരളമാണ്. കാരണം ഈ ഒരു ഇലക്ഷൻ വരുന്നതിൻ്റെ മുന്നോടിയായിട്ടും ഈ ഒരു നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടും NHS ഹോസ്പിറ്റലുകൾ പോലും ഇപ്പോൾ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ ഫ്രീസ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് അല്ലെങ്കിൽ ഒരു സീനിയർ കെയർ ആയിട്ട് അല്ലെങ്കിൽ നാട്ടിൽ നിന്നൊരു ഡൊമസ്റ്റിക് കെയർ വിസയിലേക്ക് കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് യു കെയിലേക്ക് വരാനായിട്ട് ആർക്കും തന്നെ COS ലഭിക്കത്തില്ല എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മേഖലയെക്കുറിച്ച് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. കാരണം അടുത്ത ഒരു ഇലക്ഷൻ വരെ ഇതേപോലെയൊക്കെ തന്നെ ഒരു മെല്ലപ്പോക്ക് നയമാണ് ഇപ്പോഴും ഗവൺമെൻറ് അവലംബിച്ചിരിക്കുന്നത്. പക്ഷേങ്കിൽ ഇപ്പോൾ തന്നെ ഏകദേശം 1,50,000-ൽ പരം വേക്കൻസികളാണ് ഹെൽത്ത് കെയർ സെക്ടറിൽ യു കെയിൽ നിലനിൽക്കുന്നത്. ഈ ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത ഈ ഒരു 6-7-8 മാസങ്ങൾ കൂടി കഴിയുമ്പോഴത്തേന് ഈ ഒരു സംഖ്യ എന്ന് പറയുന്നതിന് ഡബിൾ ആകും. അതുകൊണ്ട് തന്നെ ഹെൽത്ത് കെയർ സെക്ടറുകളിലെ ആൾക്കാർക്ക് കെയർ കിട്ടാതിരിക്കാനുള്ള സാധ്യതകൾ കൂടി ഇപ്പോൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു മൈഗ്രൻ്റ് അറ്റ് വർക്ക് എന്നറിയപ്പെടുന്ന ഒരു സംഘടന കോടതിയിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്. ആ ഒരു നിയമയുക്തത്തിൽ അവർ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കെയർ മേഖലയിൽ വരുന്ന ആൾക്കാർക്ക് വീണ്ടും ഡിപ്പെൻഡൻറ്റ് വിസയിൽ അവരുടെ ഫാമിലിയെ കൊണ്ടുവരാനായിട്ടുള്ള സാഹചര്യം ഉരുത്തിരിയാനായിട്ടാണ് പോകുന്നത്. മൈഗ്രൻ്റ് അറ്റ് വർക്കിൻ്റെ ഫൗണ്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവായ AK ആച്ച് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഹെൽത്ത് കെയർ സെക്ടറുകളിലെ ഹോം ഓഫീസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു നടപടികൾ യു കെയിലേക്ക് വരുന്ന ഹെൽത്ത് കെയർ മേഖലയിലെ ഒഴിവുകൾ കൂടുതൽ വഷളാക്കുമെന്നാണ്. ഡങ്കൻ ലൂയിസ് സോളിസിറ്റർ ഫേമിൻ്റെ സോളിസിറ്റർ ആയിരിക്കും ജെറമി ബ്ലൂവിൻ്റെ അഭിപ്രായത്തിൽ യു കെയിലേക്ക് എത്തുന്ന ഇതുപോലെയുള്ള കെയർ വർക്കർമാരുടെ ഡിപ്പെൻഡൻറ്റ് വിസകൾ ഇപ്പോൾ അവർ നിരോധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിൽ വലിയ ഒരു ഷോർട്ടേജ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ യു കെയിലെ ഹെൽത്ത് കെയർ മേഖല ഇതുപോലെയുള്ള നേഴ്സിംഗ് ഹോമുകളാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഡൊമസ്റ്റിക് കെയർ വിസകളിൽ അതുപോലെ വീടുകളിൽ പോയിട്ട് പരിചരണം നടക്കുന്ന അതുപോലെയുള്ള ഹെൽത്ത് കെയർ വർക്കർമാരുടെ വലിയൊരു ഷോർട്ടേജ് ഉണ്ടാകും. അപ്പോൾ അത് കാണാതെയാണ് ഇവിടെ ഹോം സെക്രട്ടറി ഇങ്ങനെയുള്ള ഒരു നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള വാർത്തകളാണ് ഇവിടെ കെയറേഴ്സിനെ സംബന്ധിച്ചോളം യു കെയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും യു കെയിലേക്ക് കെയർ വർക്കർമാർക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെയും കൊണ്ട് വരാനുള്ള ഒരു സാഹചര്യം അപ്പോൾ വീണ്ടും ഉണ്ടാകും. അതുവരെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. പുതിയ അപ്ഡേഷൻ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.